9ാം ക്ലാസ്സിലെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ആൻസർ കീ ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്, ഫസ്റ്റ് ടേം എക്സാമിനേഷന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ശരിയായ ഉത്തരം പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ കമന്റ് ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നാണ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അങ്ങനെയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സെക്ഷൻ എയുടെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, 3x + 5y = 18. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി, 1/2, അതായത് 1.5. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 4 ആണ്, സി എന്ന ഓപ്ഷൻ 4. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ, 1/4. ഫിഫ്ത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഈ 4, 5, 3 എന്നുള്ള സൈഡ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാത്തത്, ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയത്, 1 and 3 are ട്രൂ. സെവൻത് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ്, ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 is the reason for statement 1. എയ്ത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്മെന്റ് 2 is true, സ്റ്റേറ്റ്മെന്റ് 1 is false. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയില് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ 14 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 9ത്തിന്റെ ആൻസർ നോക്കാം. ഇതാണ് 9ത്തിന്റെ ആൻസർ വരിക. ഫോർ ഡ്രോയിങ് എ ലൈൻ ഓഫ് ലെങ്ത് 14 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇൻടു 3 ഈക്വൽ പാർട്സ് ഫോർ കംപ്ലീറ്റിംഗ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇതുപോലെയാണ് ഫിഗർ വരിക. 14 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫിഗർ എല്ലാവരും നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് 10ാമത്തെ, സം ഓഫ് 2 numbers is 41 and their difference is 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 41 ആണ്, ഡിഫറൻസ് 15 ആണ്. നമ്പേഴ്സ് ഏതാണെന്നാണ്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. അതിന്റെ സമ്മ് കാണാം. 41 + 15/2 ചെയ്യുക. അപ്പൊ നമുക്ക് 56/2 കിട്ടും. അതിന്റെ ആൻസർ 28. ഇനി ഡിഫറൻസ് 41 - 15/2 ചെയ്യുക. അപ്പൊ 26/2 കിട്ടും. അതിന്റെ ആൻസർ 13 ആണ് കേട്ടോ. അപ്പോൾ 9 ആയി, 10 ആയി. നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് 11th 1, 2 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റൈറ്റ് 15 is the difference of 2 perfect squares. Draw a square of area 15 square centimeter. അങ്ങനെ 1, 2 പറഞ്ഞിട്ട് 2 എണ്ണമാണ് 11ൽ വരുന്നത്. 11ലെ ഫസ്റ്റ് ആൻസർ നോക്കാം. 11ല് ഫസ്റ്റ് വരുന്നത് ഇതുപോലെയാണ്, 15 + 1/2 the whole square minus 15 - 1/2 the whole square. അപ്പൊ എന്ത് വരും? 16/2 the whole square minus 14/2 the whole square. That is equal to 8 square minus 7 square എന്നാണ് നമ്മുടെ ആൻസർ വരിക. അതിന്റെ രണ്ടാമത്തെ ഫിഗർ വരയ്ക്കാനാണ് 8ഉം 7ഉം അല്ലേ വന്നത്. അപ്പൊ 8ഉം 7ഉം വെച്ചിട്ട് വേണം നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ. ഫിഗർ ഇങ്ങനെയാണ് വരിക കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് വരയ്ക്കുക. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12 നമുക്ക് എ ബിന്ന് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 12A-യും 12B-യും. നിങ്ങൾക്ക് ഓർ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് 2 ആൻസറും ഇവിടെ പറയുന്നതായിരിക്കും. ആദ്യം 12A-യുടെ ആൻസർ നോക്കാം. 12A കേട്ടോ. 12A ആണ്. ദ പ്രൈസ് ഓഫ് 2 umbrellas തന്നിട്ടുണ്ട്. 1850 - 1150. അപ്പൊ നമുക്ക് 700 കിട്ടും, 700 കിട്ടും. പ്രൈസ് ഓഫ് എൻ അംബർല, ഒരു അംബർലയുടെ പ്രൈസ് കാണാൻ 700/2 ചെയ്യുക. അപ്പൊ 350 രൂപ എന്ന് കിട്ടും. പ്രൈസ് ഓഫ് 2 bags 1150 - 350 ചെയ്യുക. അപ്പൊ 800 rupees ആണ്. ഒരു ബാഗിന്റെ വില 800/2 400 രൂപയാണ്. ഓക്കെ, ഇനി 12B-യില് നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. വലിയ നമ്പർ എന്ന് പറയുന്നത് 6 times the smaller ആണ്. സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗിവ്സ് 20 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇതാണ് ഹിന്റ്. അപ്പൊ 12B-യുടെ ആൻസർ നോക്കാം. 5 times the number 20 എന്ന് അവർ തന്നിട്ടുണ്ട്. സ്മോളർ നമ്പർ നമ്മൾ കാണാൻ 20 / 5 ചെയ്യുക. 4 കിട്ടും നമുക്ക് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് 4 ഇവിടെ കിട്ടിയല്ലോ. 6 × 4 ചെയ്യുക, 24 ആൻസർ വരും കേട്ടോ.
12A ആയി, 12B ആയി. ഇവിടെ ഓറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. 12A 12B കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 13 ആൽജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 3 ഈസ് 10x plus 3. ഇതാണ് നമ്മുടെ ഹിന്റ്. അതിൽ 1, 2 എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. 13 1 13 2. അപ്പൊ 13 1ന്റെ ആൻസർ നമുക്ക് നോക്കാം. 10x plus 6 ആണ് 13 1ന്റെ ആൻസർ. 13 2. ടേക്ക് ദ നമ്പേഴ്സ് as 10x plus 6 and 10y plus 6. then 10x plus 6 into 10y plus 6 ചെയ്യുക. ഇതുപോലെ വരും. അപ്പോൾ 10x into 10y plus 6 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10x plus 10y ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് 6 into 6. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 100 into 100 ചെയ്യുമ്പോൾ 10 into 10 ചെയ്യുമ്പോൾ 100xy plus 60x plus 60y plus 36 വരും. അഗൈൻ നമ്മൾ ഇതൊന്നും കൂടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 36നെ 30 plus 6 ആയിട്ട് എഴുതി. വൺസ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 6 to the multiples of 10 is 6. നമുക്ക് ഇങ്ങനെ വരും 100xy plus 60x plus 60y plus 30 plus 6 that is equal to 10 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10xy plus 6x plus 6y plus 3 plus 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അടുത്തത് 13 1 2 കഴിഞ്ഞു. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ A B എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2 ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 14A തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് 1 2 എന്ന് പറഞ്ഞ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം നോക്കാം. 14A ഫസ്റ്റ് ക്വസ്റ്റ്യൻ x plus 2 y plus 2 that is equal to ഈ എക്സും y ഇൻറ്റു ആണ് കേട്ടോ. x y plus 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു 2. ഇനി 14ന്റെ രണ്ടാമത്തെ ആൻസർ ആണ്. ടേക്ക് ദ ഈവൺ നമ്പേഴ്സ് as x and y then x plus y equal to 26 xy equal to 144 x plus 2 into y plus 2 equal to xy plus 2 into x plus y plus 2 into 2. അപ്പൊ എന്ത് വരും? xyയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 144 plus 2 into 26 plus 4 that is equal to 200. ഓക്കെ, 14A രണ്ടാമത്തിന്റെ ആൻസർ 200 ആണ് കേട്ടോ. ഇനി 14B വരുന്നുണ്ട് നമുക്ക്. 14Bയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് x plus y ഉണ്ട്, പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിളും ഉണ്ട്. അപ്പൊ 14Bയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 14B അതിലെ ആദ്യ ക്വസ്റ്റ്യൻ ആദ്യം അവർ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ x മീറ്റർ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ x എന്ന് കൊടുക്കുക. ബ്രെഡ്ത്ത് y അതും തന്നിട്ടില്ല, y എന്ന് കൊടുത്തു. xy പക്ഷെ തന്നിട്ടുണ്ട് 96. ഇത് വെച്ച് 14Bയുടെ ആദ്യ ആൻസർ x plus y into y plus 1 equal to 117. xy പ്ലസ് ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് കേട്ടോ xy എന്നൊക്കെ വരുന്നത്. xy പ്ലസ് x plus y plus 1 into 1 equal to 117. xyയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക. 96 plus x plus y plus 1 equal to 117. then 96ഉം 1ഉം 97 ആയി മാറും. x plus yനെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. x plus y equal to 117 minus 97 that is equal to 20. അപ്പൊ 14Bയുടെ ആദ്യത്തിന്റെ ആൻസർ 20. രണ്ടാമത്തിന്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ 2x plus 2y ചെയ്യുക. x plus y നമുക്കറിയാം. സോ 2 into 20 40 meters ആണ് ആൻസർ വരിക. 14 കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്ഷൻ ബിയും കഴിഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കാണ് ഓരോന്നിനും, അറിയാലോ. അപ്പൊ 15A B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 15A 15B നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. ഞാനിവിടെ 2ന്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ 15Aയിൽ തന്നെ നമുക്ക് 1 2 3 3 ചെയ്യാനുണ്ട്. 15Bയിലും 3 ചെയ്യാനുണ്ട്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15A കണ്ടല്ലോ. ഫസ്റ്റിന്റെ ആൻസർ AC equal to root of 1 square plus 1 square വരും. that is equal to root 2 meters. രണ്ടാമത്തെ ആൻസർ BD equal to root 2 square minus 1 square that is equal to root 3 meters. തേർഡിന്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC എങ്ങനെ കണ്ടുപിടിക്കും? ഫിഗർ അവർ തന്നിട്ടുണ്ട്. 2 plus root 2 plus root 3 plus 1 2 plus 1 3 ആവും. 3 plus root 2 plus root 3. root 2ന്റെ വാല്യൂ ആണ് 1.41. root 3യുടെ വാല്യൂ ആണ് 1.73. വാല്യൂ കൂട്ടി ചെയ്യുക. 3 plus 1.41 plus 1.73 കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.14 മീറ്റേഴ്സ് കിട്ടും. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 614 സെന്റിമീറ്ററിന് ആൻസർ കിട്ടും കേട്ടോ.
ഓക്കെ, മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ അറിയാലോ അല്ലെ നിങ്ങൾക്ക്? ഇൻറ്റു 100 ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് 15B ആണ് വരുന്നത്. 15Bയിലെ ഫസ്റ്റത്തെ ആൻസർ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 വരും. ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു √5 ആൻസർ വരും. രണ്ടാമത്തെ 15Bയുടെ സെക്കൻഡ് ആൻസർ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 4√5 സെന്റിമീറ്റർ. Third, difference of the perimeters 4√5 minus 3 plus 2 plus √5. അപ്പൊ എന്ത് വരും? 3√5 minus 5 സെന്റിമീറ്റർ എന്ന് വരും. അതിന്റെ ഫിഗർ ഇതാണ് കേട്ടോ. ഈ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് ഫിഗർ വരിക. ഇതാണ് ഫിഗർ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് 16 എന്നുള്ളത്? ഇത് കാലണ്ടറിലുള്ള ഇൻ എനി മന്ത് ഓഫ് എ കാലണ്ടർ മാർക്ക് 4 അഡ്ജസന്റ് നമ്പേഴ്സ് വിച്ച് ഫോംസ് എ സ്ക്വയർ ആണ്. നമുക്ക് ഏത് 4 നമ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു കാലണ്ടറിൽ വരുന്ന 4 അടുത്തടുത്തുള്ള 4 നമ്പറുകൾ എടുത്തതിന് ശേഷം ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും അത് ആൽജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ്. 16ൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. 16 1ഉം 2ഉം. 16ന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതാ 1, 2, 8, 9 കൊണ്ട് 4 നമ്പറുകൾ എടുത്തു. ആദ്യത്തിന്റെ ആൻസർ AC ഈക്വൽ ടു 2 into 8 minus 1 into 9. ഇതിങ്ങനെ ഡയഗണൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. 16 മൈനസ് 9 വരും. 7 ആണ് ആൻസർ വരിക. ഇനി അത് ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. രണ്ടാമത്തേന്റെ ആൻസർ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8. അപ്പൊ നമ്മള് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7 പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 7. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 എന്ന് വരും. ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും എന്ത് തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. 16 കഴിഞ്ഞു. നമുക്ക് 17ാമത്തെ ആണ് അടുത്ത് വരുന്നത്. 17 എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓഫ് 2 numbers 13 added to a number gives equal to twice the second number. 7 added to the second number gives twice the first number. What are the numbers? അപ്പൊ 17 നമ്പേഴ്സ് കാണണം നമ്മള്. നമുക്ക് നോക്കാം. 17 ടേക്ക് ദ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് തന്നിട്ടില്ല. അപ്പൊ ആ നമ്പേഴ്സിനെ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കുക. എക്സ് പ്ലസ് 13 ഈക്വൽ ടു 2y ഫസ്റ്റ് ഇക്വേഷൻ, വൈ പ്ലസ് 7 ഈക്വൽ ടു 2x സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു? എക്സിനെ പുറത്തിടുന്നു, ഈ 13 പുറത്ത് കൊണ്ടുവരും. അപ്പൊ 2y മൈനസ് 13 ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് 13. എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂ ആയിട്ട് ഇപ്പൊ ആരാ കിടക്കുന്നത്? 2y മൈനസ് 13. ഇതിനെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2ൽ പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ y പ്ലസ് 7 ഈക്വൽ ടു 2 ഇൻറ്റു 2y മൈനസ് 13 ആവും. y പ്ലസ് 7 ഈക്വൽ ടു 4y മൈനസ് 26. ദെൻ 3y. ഈ വൈയും വൈയും ഒരുമിച്ച് വരുമ്പോൾ മൈനസ് ആവും. 3y ഈക്വൽ ടു 33 ആവും. ദെൻ വൈനെ പുറത്തിടുക, 3നെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. അപ്പൊ ഡിവിഷൻ ആവും. 33/3 11 ആൻസർ വരും കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 11 മൈനസ് 13 ആൻസർ 9 വരും. സോ നമ്പേഴ്സ് ആർ 11, 9. ഇനി നമുക്ക് വരുന്നത് 18 ആണ്. 18ാമത്തത് എന്ന് പറയുന്നതിലും നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18ന് 1, 2, 3 ഉണ്ട്. ഫിഗർ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. 18ാമത്തതിന്റെ ഫിഗർ ഇത് കണ്ടല്ലോ. ഇതുപോലെയാണ് ഫിഗർ ചെയ്യേണ്ടത്. സൈഡ് 9ഉം 6ഉം കൊടുക്കുക. ADയുടെ അവിടെ 3 കൊടുക്കുക. പേര് കൊടുക്കുക കറക്റ്റ് ആയിട്ട്. 18 1 AD is to AB 3 is to 9 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 is to 9 1 is to 3 ആവും. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദി സൈഡ്സ് കട്ട്സ് ദി അതർ 2 sides in the same ratio. ഇത് ആദ്യത്തിന്റെ ആൻസർ ആണ്. 18 2 AE is to AC ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 is to 3 വരും. തേർഡിന്റെ ആൻസർ AE equal to 1/3 into 6 that is equal to 2 centimeter. EC equal to 6 minus 2 that is equal to 4 centimeter. ഇനി നമുക്ക് 19ാമത്തതിന്റെ ആൻസർ ആണ്. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 19 A 19B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2ന്റെ ആൻസറും പറയുന്നുണ്ട്. 19A 19ാമത്തെ ക്വസ്റ്റ്യന്റെ A ആൻസർ ആദ്യം നോക്കാം. ദെൻ B ആൻസർ കേട്ടോ. 19A
19A, take the numbers as x and y, then 2x plus 3y equal to 52, the first equation. 6x plus 5y equal to 108, the second equation. ഇനി ഫസ്റ്റ് ഇക്വേഷന് 3 വെച്ച് ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ 6x plus 9y എന്ന് വരും. ഈ ഭാഗം ഇൻഡ്യൂ ചെയ്യണം 52നെയും. അപ്പോൾ 156 എന്ന് വരും ആ തേർഡ് ഇക്വേഷൻ. സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 from equation 3 we get 4y equal to 156 minus 108, that is equal to 48. 4y equal to 48 വരും, y equal to 48 by 4, that is equal to 12 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ കിട്ടിയാൽ നമ്മളത് ഇക്വേഷൻ 1ൽ പുട്ട് ചെയ്യുക. വൈൻ്റെ ഈ ഇക്വേഷൻ 1ൽ വൈയുടെ പ്ലേസിൽ ആ വാല്യൂ പുട്ട് ചെയ്യുക. പുട്ടിങ് y equal to 12 in equation 1 we get 2x plus 3 into 12 equal to 52. 2x equal to 52 minus 36 equal to 16 വരും. x is equal to 16 by 2, that is equal to 8 എന്ന് വരും. The numbers are 8, 12. ഓക്കെ, 19A. ഇനി നിങ്ങളുടെ ഓറിന്റെ ആൻസർ പറഞ്ഞു തരാം. 19B. 19Bയിൽ അവരൊരു ഫ്രാക്ഷൻ തരാണ്, എക്സ് ബൈ വൈ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ. എക്സ് പ്ലസ് 1 by y ഈക്വൾ ടു 1 by 5 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. y into 1 y, 5 into x plus 1. ഓക്കെ, y equal to 5 into x plus 1. y equal to then ഇതുപോലെ ഉള്ളിലേക്കിട്ട് ഇൻഡ്യൂ ചെയ്യുക. y equal to 5x plus 5, that first equation. x by y plus 1 equal to 1 by 6 എന്ന് പുട്ട് ചെയ്യുക. സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. y plus 1 equal to 6x എന്ന് വരും. പുട്ടിങ് y equal to, വൈയുടെ വാല്യൂ 5x plus 5 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പുട്ട് ചെയ്യണം നമ്മൾ ഇക്വേഷൻ 2ല്. വി ഗെറ്റ് 5x plus 5 plus 1 equal to 6x. ഓക്കെ, 5 plus 1 6 ആകും. ദെൻ എന്ത് വരും? x is equal to 6 എന്ന ആൻസർ വരും. y equal to 5 into 6 plus 5 equal to 35 എന്ന് വരും. സോ നമ്മുടെ ഫ്രാക്ഷൻ ആൻസർ 6 by 35 ആണ് വരിക. x by y എന്താ ചോദിച്ചാൽ 6 by 35 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ 19 ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD are equal and its two corners are joined to the midpoints of sides ABCD. അപ്പൊ 20ൽ നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 20A 20B ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മതിയാവും. അതിൽ 20A തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം 20A നോക്കാം, ദെൻ 20B കേട്ടോ. 20A, ABCD is a റോംബസ് ആണ്. അവിടെ AB, BC, CD, DA എല്ലാം ഈക്വൽ ആണ് കേട്ടോ. അതിൽ തന്നെ ഫസ്റ്റ് ആൻസർ AE CF is a parallelogram. AB and DC are parallel. AE equal to BE equal to CF equal to DF. So AF and EC are parallel. Parallelogram is a quadrilateral with one pair of equal and parallel sides. Okay, 20A ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 20A സെക്കൻഡ് ക്വസ്റ്റ്യൻ. The lines AF and EC cut the diagonal BD at P and Q. PQ equal to BQ. In triangle ABP, AE equal to BE, AP and EQ are parallel. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. DP equal to PQ എന്ന് വരും. DP equal to PQ equal to BQ. ഇത് കേട്ടോ, DP PQ BQ. ഇതാണ് ഫിഗർ വരിക. ഇങ്ങനെയാണ് പ്രൂഫ് എഴുതേണ്ടത് കേട്ടോ. 20A 1ഉം 2ഉം നമ്മുടെ കഴിഞ്ഞു. ഇനി 20B, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഇത് ഓറാണ്. അപ്പൊ 20Bയിലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20Bയുടെ ഫസ്റ്റ് ആൻസർ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ AXZ equal to 3 square centimeter ആണ്. അവിടെ ഈക്വൽ ആയതൊക്കെ എടുത്തെഴുതുക. AX equal to PX equal to YZ, AZ equal to RZ equal to XY, PY equal to RY equal to XZ. In any triangle, the length of the line joining the midpoints of two sides is half the length of the third side. AXZ, XYZ, PXY and RYZ are equal triangles. ഇതുപോലെയാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ABC എന്ന് കൊടുക്കുക. പിന്നെ അതിനകത്തൊരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കണം. P എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, PQR എന്ന് കൊടുക്കുക. ദെൻ അതിന് ശേഷം XYZ എന്ന് വേറൊരു ട്രയാങ്കിൾ വരും കേട്ടോ. ഇനി 20Bയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ APR equal to 4 into 3 12 square centimeter. ഏരിയ ഓഫ് ദ പാരലോഗ്രാം APQR equal to 2 into 12 equal to 24 square centimeter.